നമസ്കാരം. ജയിൽ മോചിതനായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അടൂരിലെ തന്റെ വീട്ടിലെത്തി. വീട്ടിലേക്ക് കയറുന്ന വഴിയിൽ വൻ മാധ്യമപ്പട രാഹുലിന്റെ പ്രതികരണത്തിന് വേണ്ടി കാത്തുനിന്നിരുന്നു. എന്നാൽ ആരും ഇങ്ങോട്ടേക്ക് കയറേണ്ട എന്ന നിലപാടിൽ ബന്ധുക്കളും നാട്ടുകാരും ഉറച്ചുനിന്ന് മാധ്യമപ്രവർത്തകരെ തടഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിക്കാനും തയ്യാറായില്ല. പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് അടൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് സന്നാഹവും സ്ഥലത്തുണ്ടായിരുന്നു. ജയിൽ മോചിതനായതോടെ നാളത്തെ നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ പങ്കെടുക്കുമോ എന്നും ഏവരും ഉറ്റുനോക്കുകയാണ്. അതേസമയം മാവേലിക്കര ജയിലിന് പുറത്ത് യുവമോർച്ച വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് ഇന്ന് സംഘടിപ്പിച്ചത്. രാഹുലിന് നേർക്ക് കോഴിമുട്ട എറിഞ്ഞ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് പിടിച്ചുമാറ്റിയാണ് സംഘർഷാവസ്ഥ പരിഹരിച്ചത്. രാഹുലിന്റെ ബന്ധുവാണ് റിലീസ് ഓർഡറുമായി ജയിലിന് മുന്നിലെത്തിയത്. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്വീകരിക്കാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി റിനോ പി രാജൻ മാവേലിക്കര സബ് ജയിലിലെത്തിയിരുന്നു. എന്നാൽ മാധ്യമങ്ങളെ കണ്ടതോടെ തിരികെ മടങ്ങി. ഏർത്ത് പഞ്ചായത്തിലെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയാണ് റിനോ പി രാജൻ. അടൂരിലെ യൂത്ത് കോൺഗ്രസ് നേതാവും റിനോയ്ക്കൊപ്പം ജയിലിലെത്തിയിരുന്നു. അതേസമയം രാഹുലിന്റെ ചെറിയച്ഛനാണ് മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിൽ മോചന ഉത്തരവുമായി എത്തിയത്. നടപടികൾ പൂർത്തിയാക്കി വേഗം തന്നെ രാഹുൽ ജയിലിന് പുറത്തിറങ്ങിയായിരുന്നു. പത്തനംതിട്ട സെഷൻസ് കോടതിയാണ് രാഹുലിന് ഇന്ന് ജാമ്യം അനുവദിച്ചത്. അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ എല്ലാ ശനിയാഴ്ചയും ഹാജരാകണമെന്നും സാക്ഷികളെ സ്വാധീനിക്കരുതെന്നും സോഷ്യൽ മീഡിയയിലൂടെ യാതൊരു ഭീഷണിയും പാടില്ലെന്നും കോടതി രാഹുലിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഉപാധികളോടെയാണ് പത്തനംതിട്ട സെഷൻസ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിച്ചത്. രാഹുലിനെ SITക്ക് കൂടുതൽ കസ്റ്റഡിയിൽ ആവശ്യമില്ലാത്ത സാഹചര്യത്തിൽ ജാമ്യം നൽകുന്നുവെന്നാണ് കോടതി അറിയിച്ചത്. പ്രതിഭാഗം ഹാജരാക്കിയ ഡിജിറ്റൽ രേഖകളടക്കം കൂടുതലായി പരിഗണിക്കേണ്ടത് കേസിന്റെ അടുത്ത ഘട്ടത്തിലാണെന്ന് കോടതി ഉത്തരവിൽ പറയുന്നു. അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണ്. രാഹുലിന്റെ അറസ്റ്റ് നടപടിക്രമങ്ങൾ പാലിച്ചല്ലെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ നേരത്തെ രാഹുലിന്റെ ജാമ്യാപേക്ഷ തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി തള്ളിയിരുന്നു. ജസ്റ്റിസ് അരുന്ധതി ദിലീപാണ് ജാമ്യ ഹർജിയിൽ ഉത്തരവിട്ടത്. അടച്ചിട്ട കോടതി മുറിയിൽ 2 മണിക്കൂർ വിശദമായ വാദം കേട്ടതിനു ശേഷമായിരുന്നു വിധി. പ്രോസിക്യൂഷന് വേണ്ടി MG ദേവിയായിരുന്നു ഹാജരായത്. രാഹുലും യുവതിയുമായി പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധമായിരുന്നുവെന്നതിന് ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ പ്രതിഭാഗം ഹാജരാക്കുകയായിരുന്നു. അതേസമയം ഒന്നാമത്തെ ബലാത്സംഗ കേസിൽ ഗൗരവകരമായ പരാമർശങ്ങളാണ് ഇന്ന് ഹൈക്കോടതി നടത്തിയത്. അവിവാഹിതനായ രാഹുൽ വിവാഹിതയായ യുവതിയുമായി ഉഭയസമ്മതപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിൽ നിയമപരമായി എന്താണ് തെറ്റെന്നാണ് കോടതി ചോദിച്ചത്. അതേസമയം ബലം പ്രയോഗിച്ചതും ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചു എന്നതും അടക്കം പ്രഥമ വിവര മൊഴിയിലുള്ള കാര്യങ്ങൾ ഗൗരവകരമാണെന്നും കോടതി വാക്കാൽ അഭിപ്രായപ്പെട്ടു. പിന്നീട് കേസിൽ വിധി പറയുമെന്ന് ജസ്റ്റിസ് കൗസർ അടപ്പകത്ത് വ്യക്തമാക്കി. ആദ്യ ബലാത്സംഗ കേസിൽ നടന്നത് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമാണെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. പരാതിയിൽ പറയുന്ന സംഭവത്തിനു ശേഷവും യുവതി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയ പാലക്കാട്ടേക്ക് പോയതായി കാണുന്നെന്നും വാട്സ്ആപ്പ് ചാറ്റുകളടക്കം പരിശോധിച്ച കോടതി യുവതിയുടെ FIR സ്റ്റേറ്റ്മെന്റ് വായിച്ച ശേഷമാണ് പരാതിക്കാരിക്കെതിരെ പരാമർശം നടത്തിയത്. യുവതി മൊഴിയിൽ പറയുന്ന സംഭവങ്ങൾ പരിശോധിക്കുമ്പോൾ ബലാത്സംഗം നടന്നതായി കണക്കാക്കാനാകില്ലെന്നും കോടതി വിലയിരുത്തി. വിവാഹിതയായ യുവതി മറ്റൊരു ബന്ധത്തിൽ ഏർപ്പെടുന്നത് നിയമപരമായും ധാർമ്മികമായും തെറ്റല്ല എന്നതിനാൽ എങ്ങനെ പ്രതിക്ക് ജാമ്യം നിഷേധിക്കാനാകുമെന്നുമായിരുന്നു കോടതി ചോദിച്ചത്. Okay.